പേള ചേച്ചിയുടെ ഈ ഒരു സാരിയുടെ ഈ ബ്ലൗസിൻ്റെ നെക്ക് കണ്ടപ്പോഴത്തേക്കിന് എനിക്കും ചെയ്യണമെന്ന് നല്ലൊരാഗ്രഹം തോന്നി. അപ്പം ഞാനിതൊരു പരീക്ഷണാർത്ഥമാണ് ഇത് ചെയ്യുന്നത്. പ്രോപ്പറായിട്ട് എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഇതിനകത്ത് മിസ്റ്റേക്കുകൾ കാണാൻ ചാൻസ് ഉണ്ട്. എനിവേ എന്തായാലും ഞാനൊരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. അത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ആദ്യം ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് 7 ഇഞ്ചാണ് ഞാൻ ഷോൾഡറിൻ്റെ വിഡ്ത്തും ലെങ്തും എടുത്തിരിക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് ജോയിൻ ചെയ്ത് കൈക്കുഴി ഒന്ന് കർവായിട്ടൊന്ന് വരച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. ഇനി നെക്കാണ് വരയ്ക്കാനായിട്ട് പോകുന്നത്. നെക്കിൻ്റെ ഞാൻ വിഡ്ത്ത് എടുത്തിരിക്കുന്നത് 3.5 ഇഞ്ചാണ് ഞാൻ നെക്കിന് വിഡ്ത്ത് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലെങ്ത് എടുത്തിരിക്കുന്നത് 6.5 ഇഞ്ചാണ് ലെങ്ത് എടുത്തിരിക്കുന്നത്. അതും ഈ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് മേ ബി മിസ്റ്റേക്ക് കാണാൻ ഉള്ള ചാൻസ് ഉണ്ട്. ഞാനൊരു പരീക്ഷണം എന്ന രീതിയിൽ വേറൊരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഞാനൊന്ന് ചെയ്ത് നോക്കുന്നത്. ഇനി ഞാൻ എൻ്റെ മെയിൻ ക്ലോത്തിൽ ഞാനൊന്ന് ചെയ്തൊക്കെ നോക്കുന്നുണ്ട്. എന്തായാലും ഇത് റെഡിയായി കഴിയുമ്പോൾ അപ്പം ഞാൻ പരീക്ഷണം നടത്തിയപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചേക്കാമെന്ന് ഓർത്തു. അപ്പോൾ എനിവേ വേണ്ട ഇതൊന്ന് നെക്കൊന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ആ ഒരു കോർണറിൽ നിന്ന് 1 ഇഞ്ച് മുകളിലോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഷോൾഡറിൻ്റെ ആ പോർഷൻ വരുന്നിടത്തു നിന്ന് 1.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇത് തമ്മിൽ ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിനെ കട്ട് ചെയ്തിട്ട് നമുക്ക് സാധാരണ നമ്മുടെ ചുരിദാറിനൊക്കെ ഇതുപോലെ നെക്ക് മാത്രമായിട്ട് വെച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ഇതിനും ചുറ്റിനുമായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് നമ്മൾ സാധാരണ നെക്കിന് കട്ട് ചെയ്യില്ല അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ക്യാൻവാസ് ഒന്ന് അയൺ ചെയ്ത് സ്റ്റിക്ക് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ മറ്റേ നമ്മൾ പേൾ ചേച്ചിയുടെ ആ ഒരു ബ്ലൗസേ കണ്ടപ്പോഴത്തേക്കിന് അതിൻ്റെ നെക്കിൻ്റെ അവിടെ നിന്ന് താഴോട്ട് സെപ്പറേറ്റ് ഒരു ജോയിൻറ്റ് വരുന്നതായിട്ട് ഉണ്ട്. അത് സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ അറിയാം. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് വരുമ്പോഴത്തേക്കിന് നമ്മൾ ആ നെക്കിൻ്റെ അവിടെ നിന്ന് 1 ഇഞ്ച് മുകളിലോട്ട് എടുത്തിട്ടില്ല. അതിൻ്റെ അവിടെ നിന്ന് കൈക്കുഴിയുടെ അങ്ങോട്ട് ഞാനിപ്പം വരച്ചതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ നോർമലായിട്ട് സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ അത്രയും മാത്രം ചെയ്താൽ മതി. ഇല്ല ഇപ്പം ഞാൻ ഈ പറഞ്ഞ രീതിയിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. ഇത് തമ്മിലെല്ലാം ഇനി സെപ്പറേറ്റ് ആയിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ ഒന്ന് നമുക്ക് ക്യാൻവാസ് എല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കണം. അതുപോലെ ഈ നെക്കുണ്ടല്ലോ നമ്മുടെ മെയിൻ പാർട്ടായി വരുന്ന മെയിൻ ക്ലോത്തായി വരുന്ന ആ ഒരു നെക്ക് വരുന്നില്ല, താഴ്വശത്ത് വരുന്ന ആ ഒരു ചരിച്ച് വിട്ടിരിക്കുന്നത് അതിനി സെപ്പറേറ്റ് ആയിട്ട് ഇനിയും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തേക്കിന് കൈക്കുഴിയുടെ അങ്ങോട്ടും കട്ട് ചെയ്തിപ്പോൾ എടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒറ്റ ഒരു പീസായിട്ടാണല്ലോ കട്ട് ചെയ്യുന്നത്. പക്ഷേ സ്റ്റിച്ച് ചെയ്യാൻ നേരത്ത് ഞാൻ ആ ഒരു നെക്ക് മാത്രമായിട്ട് എടുക്കുന്നുള്ളൂ. കൈക്കുഴിയുടെ അങ്ങോട്ടുള്ള പോർഷനെ ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ആ ഡീറ്റെയിൽ ആയിട്ട് ഫുൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്.